ന്യൂസ് റിലേയിലേക്ക് വിശദമായി. കേരളം യുവത്വം വിദേശത്തേക്ക് കുടിയേറുകയാണോ? 195 ലോകരാജ്യങ്ങളിൽ 182ലും മലയാളികളുടെ സാന്നിധ്യമുണ്ട് എന്നാണ് ഔദ്യോഗിക കണക്ക്. ഇതിൽ 54 ലോകരാജ്യങ്ങളിൽ പഠനത്തിനായി മലയാളി യുവതയുടെ സാന്നിധ്യമുണ്ട്. സംസ്ഥാനത്ത് ജീവിത സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് യുവാക്കൾ കൂട്ടത്തോടെ കേരളം വിടുന്നത് എന്നാണ് വിമർശനം. എന്നാൽ മാറിയ ലോക സാഹചര്യമാണ് ഈ പ്രവണതയ്ക്ക് കാരണമെന്ന് സർക്കാർ ഏജൻസികൾ പറയുന്നു. യുവാക്കൾ കേരളം വിടുന്നത് മുൻപും ചർച്ചയായിട്ടുണ്ടെങ്കിലും ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ് ജോസഫ് പെരുന്തോട്ടം വീണ്ടും ഇത് ഉന്നയിച്ചതോടെയാണ് ഈ വിഷയം സജീവമാകുന്നത്. ഇന്നലെ തിരുവനന്തപുരത്തെ വേദിയിലായിരുന്നു ആർച്ച് ബിഷപ്പിന്റെ വിമർശനവും പിന്നീട് മുഖ്യമന്ത്രിയുടെ മറുപടി. മുഖ്യമന്ത്രിമാരുടെ ഒരു യോഗത്തിൽ ഹരിയാന മുഖ്യമന്ത്രി അവിടെ പരസ്യമായി വല്ലാതെ പരാതിപ്പെടുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അത് ആ നാട്ടിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന കുട്ടികളുടെ എണ്ണം വല്ലാതെ പെരുകുന്നതിനെ കുറിച്ചായിരുന്നു. അതവിടെ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല, തൊട്ടടുത്ത ഡൽഹിയിൽ വിദ്യാഭ്യാസ സൗകര്യം ഇല്ലാത്തത് കൊണ്ടല്ല. നമ്മുടെ കുഞ്ഞുങ്ങൾ ആ തരത്തിൽ പലയിടത്തും പോയി പഠിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുക. നമുക്ക് എങ്ങനെ അതിനെ നേരിടാൻ പറ്റും? അതാണ് ഇവിടെ സർക്കാർ ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഇവിടെ കാണുന്നത് ഉന്നത വിദ്യാഭ്യാസ രംഗം കൂടുതൽ ശാക്തീകരിക്കണമെന്നാണ്. അതിനാവശ്യമായ നടപടികളാണ് സർക്കാർ സ്വീകരിച്ചു വരുന്നത്. ഞാൻ കൂടുതൽ വിശദീകരണത്തിലേക്കൊന്നും പോകുന്നില്ല. നാം ഉദ്ദേശിക്കുന്ന കാര്യം ഇവിടെ നമ്മുടെ സംസ്ഥാനത്തിന് പുറത്തും രാജ്യത്തിന് പുറത്തുമുള്ള കുട്ടികളടക്കം വരത്തക്ക രീതിയിൽ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല മികവിൻ്റെ കേന്ദ്രമായി മാറണം. അതിനു പറ്റിയ കോഴ്സുകൾ ഉണ്ടാവണം, അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ ഉണ്ടാവണം, ആ തരത്തിൽ യൂണിവേഴ്സിറ്റികൾ മാറണം, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മാറണം. നാം ഇപ്പോൾ ആ പുരോഗതിയുടെ പാതയിലാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ നാക് അക്രഡിറ്റേഷനിൽ നല്ല രീതിയിലുള്ള നില ആർജിച്ചു കഴിഞ്ഞിരിക്കുന്നു. നമ്മുടെ പല കലാലയങ്ങളും ആ രീതിയിൽ മെച്ചപ്പെട്ടിരിക്കുന്നു. എല്ലാം ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ കഴിയില്ല എന്ന് നമുക്ക് ഏവർക്കും അറിയാം. അതിനൊരു താമസമുണ്ടാവും, കുറച്ച് നാൾ പിടിക്കും. നമ്മൾ ഏതായാലും ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ മാറ്റം വലിയ തോതിൽ കേരളത്തിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ് നാം കാണേണ്ടത്. അതുകൊണ്ട് ബഹുമാനായ അധ്യക്ഷനെ പോലുള്ളവർക്ക് ഒരാശങ്കയും ഉണ്ടാകേണ്ടതില്ല. ഇവിടെ ഒരു തരത്തിലുള്ള കുറവും വരാതെ തന്നെ നമുക്ക് ഒന്നിച്ച് കാര്യങ്ങൾ നീക്കാൻ പറ്റുമെന്നാണ് കാണേണ്ടത്. മറ്റൊരു കാര്യം, അതും ഈ ഘട്ടത്തിൽ നമ്മൾ ഓർത്തു പോകേണ്ടതാണ്. ഈ മനോഹര ദൈവത്തിന്റെ ഈ നാട്ടിൽ ജീവിതം വിജയിപ്പിക്കാൻ സാധിക്കയില്ല എന്നുള്ള ഒരു ഫീലിംഗ് ഇന്ന് പലരുടെയും മനസ്സിൽ തളകെട്ടി നിൽക്കുകയാണ്. അതിനാൽ ഇവിടുന്ന് രക്ഷപ്പെടാൻ വേണ്ടി എവിടെയെങ്കിലും പോകണമെന്നുള്ള ഒരു മനോഭാവം ഞങ്ങളുടെ സഭയുടെ മാത്രം കാര്യമല്ല, ഈ നാട്ടിലെ യുവജനങ്ങളുടെ ഒരു പ്രശ്നമാണ്. അത് തീർച്ചയായിട്ടും ഒരു പരിഹാരം ഉണ്ടാകണം. ഈ നാട്ടിൽ ജീവിക്കാനും ജീവിച്ച് വിജയിക്കാനും അന്തസ്സായ ജോലി ചെയ്ത് ജീവിക്കുവാനുള്ള സാഹചര്യമുണ്ട് എന്ന് ബോധ്യപ്പെടുത്തുവാൻ തീർച്ചയായിട്ടും ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇവിടെ ഉണ്ടല്ലോ, ഇവിടുത്തെ ഭരണ കൈകാര്യം ചെയ്യുന്ന സർക്കാരിനും അത് ഉത്തരവാദിത്വമുണ്ട് എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കുകയാണ്. വിദേശത്ത് പോയി പഠിച്ച ആളാണ്. ആഗ്രഹമുള്ളവർക്കെല്ലാം പോകാൻ പറ്റാത്ത ഒരു കാലം ഉണ്ടായി. ഇപ്പോഴത്തെ പോക്ക് അതാണോ? അതിനത്ര ലാഘവത്തോടുകൂടി കാണാൻ പറ്റും. എല്ലാവരും പോവാം, കുട്ടികളെല്ലാവരും പോവാം, ആയിരക്കണക്കിന് കുട്ടികൾ പോവാം. അവിടെ പോയി ഏത് ഉന്നത വിദ്യാഭ്യാസമാണ് നടത്തുന്നതെന്നും നമ്മൾ അന്വേഷിക്കുന്നില്ല. 35-40 ലക്ഷം രൂപ പ്രോപ്പർട്ടി പ്ലെഡ്ജ് ചെയ്തിട്ടാണ് പോകുന്നത്. പിന്നെ ഗൾഫിൽ പോകുന്ന പോലെ അല്ല. ഈ യൂറോപ്പിലൊന്നും പോയ പൈസ കൊണ്ടായില്ല. അവിടെ ചെന്ന് രക്ഷപ്പെട്ടാൽ ഒരു വീടൊക്കെ എടുത്ത് ഡെറ്റ് ട്രാപ്പിലാവുകയാണ്. പിന്നെ ജീവിതകാലം അവിടെ ഒരുപാട് വെൽഫെയർ സ്കീംസ് എല്ലാം ഉള്ളതുകൊണ്ട് അവരവിടെ കണ്ടിന്യൂ ചെയ്യുക. കേരളത്തിന്റെ ക്രീം ഇങ്ങനെ പോയാൽ എന്തായിരിക്കും കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്? പ്രായമായവരുടെ നാടായി കേരളം മാറുമോ? ഒരു ഉത്കണ്ഠയിൽ. ആ ഉത്കണ്ഠയ്ക്ക് മറുപടി കൊടുക്കേണ്ടത് ഞങ്ങളെല്ലാവരും ചേർന്നാണ്. ഭരണകൂടവും അതിന്റെ ഭാഗമായി ഞങ്ങൾക്കെല്ലാം അതിന്റെ ഉത്തരവാദിത്വം. അപ്പൊ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ, ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ സെന്റർ ഓഫ് എക്സലൻസ് ആക്കുക. ആണോ? ഇപ്പോഴത്തെ സ്ഥിതി എന്താ?
9 യൂണിവേഴ്സിറ്റികളിൽ വൈസ് ചാൻസലർമാരില്ല, ഇൻചാർജ് ഭരണമാണ്. 66 ഗവൺമെന്റ് കോളേജുകളിൽ പ്രിൻസിപ്പൽമാരില്ല. ഞാൻ പഠിക്കുമ്പോൾ കെമിസ്ട്രിക്കും ഫിസിക്സിനും മാത്സിനും ഡിഗ്രിക്ക് UGക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ 90% മാർക്ക് വേണം. ഇന്ന് കേരളത്തിലെ മേജർ കോളേജുകളിൽ കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് ഒക്കെ ഒഴിഞ്ഞിടക്കുകയാണ് സീറ്റ്.